നമസ്കാരം. ചന്ദ്രിക രമണനോട് ഈ വിധം പറഞ്ഞു: എന്നെ വർണ്ണിച്ചൊരു പാട്ടുപാടാൻ ഒന്നാം മുരളിയെ സമ്മതിക്കൂ. അപ്പോൾ രമണൻ ഇങ്ങനെ പാടി: നിന്നെ കുറിച്ചുള്ള ഗാനമല്ല, ഇന്നു മുരളിയിലൊന്നുമില്ല. ഇങ്ങനെ പിണറായി മഹാത്മ്യം പാടാൻ മാത്രം അറിയാവുന്ന ഒരു വീണ ഇതാ തന്ത്രി പൊട്ടി പമ്പയാറ്റിലെ സത്രക്കടവിൽ കിടക്കുന്നു. അതിനാൽ വീണേ, നിന്നോട് പറയാൻ ഈ രമണന് ഒരു കാര്യമേ ഉള്ളൂ: പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. അങ്ങനെ ജനത്തെ പാടെ മറന്നും കപ്പിത്താൻ്റെ അപദാനങ്ങൾ പാടിയും സിസ്റ്റത്തെ എടുത്ത് അമ്മാനമാടിയും കാപ്പ കഞ്ചാവുകളെ മാലയിട്ടാനയിച്ചും പത്തനംതിട്ടയിൽ തേരോട്ടം നടത്തിയ വീണ ജോർജ് എന്ന മഹാമന്ത്രിണിയുടെ നില അതീവ ഗുരുതരമാണ്. ഒരു നിലത്ത് കിടത്തി ചികിത്സ തന്നെ നൽകിയിരിക്കുകയാണ് ആറന്മുള മണ്ഡലക്കാർ. പത്തനംതിട്ടയുടെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ വീണയുടെ പ്രഭാവം ജില്ലയിലാകെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഈ വന്നു കയറിയ കമ്മ്യൂണിസ്റ്റ് കാരണം ജില്ലയിലെ പ്രസ്ഥാനം ഉച്ചകുത്തി വീണിരിക്കുകയാണ്. വീണയുടെ മണ്ഡലത്തിലാകെ UDF അഴിഞ്ഞാട്ടം തുടരുകയാണ്. 12 ഗ്രാമപഞ്ചായത്തിൽ 10 എണ്ണത്തിലും UDF തകർത്തുവാരി. പത്തനംതിട്ട നഗരസഭയും UDF കൊണ്ടുപോയി. നഗരസഭയിൽ 33 സീറ്റിൽ 17 UDF ആണ്. ജീവിതത്തിൽ ആദ്യമായി ഈ വീണ ജോർജിനെ വെറുത്തുപോയത് ഇവർ കുമ്പഴയിൽ കുറേ ക്രിമിനൽസിനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച് മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ടപ്പോഴാണ്. കഞ്ചാവ് കേസിലും കാപ്പക്കേസിലും വെട്ടുകേസിലും പ്രതികളായ കൊടും ക്രിമിനലുകളെ സാമൂഹികക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയായ ഒരാൾ മാലയിട്ട് സ്വീകരിക്കുന്ന രംഗം ഒരു രാഷ്ട്രീയ അശ്ലീലമായിട്ടാണ് സകല ജനത്തിനും ആ കാഴ്ച ഫീൽ ചെയ്തത്. തലസ്ഥാനത്ത് പാർട്ടിയുടെ തലകൊയ്ത ആര്യ രാജേന്ദ്രനെ പോലെ വീണ ജോർജും ഒരു വെറുപ്പിക്കൽ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഫലമായി ആറന്മുളക്കാർ വീണയ്ക്ക് നൽകിയതാണ് ക്രോധത്തിൻ്റെ ഈ മുന്തിരിപ്പഴങ്ങൾ. പാർട്ടിക്കാരെ പുച്ഛം, സാധാരണ മനുഷ്യരെ പുച്ഛം. ആരോഗ്യവകുപ്പ് നിലത്തിഴയുന്ന പരുവത്തിലായി. ഇക്കാലത്തിനിടയിൽ വീണ തേടിയ റിപ്പോർട്ടുകൾ കൂട്ടിയിടിച്ച് തീപാറുകയാണ്. ഞാനെന്തോ വിപ്ലവത്തിൻ്റെ ബ്രഹ്മകലശം പൊട്ടി ഭൂമിയിൽ അവതാരമെടുത്ത തിരുപ്പിറവിയാണ് എന്നാണ് ഈ വീണ കരുതിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ്സുകാരൊരിക്കൽ മന്ത്രിയുടെ വണ്ടി തടഞ്ഞു, കരിങ്കൊടി കാണിച്ചു. അതിനുശേഷം പങ്കെടുത്ത പരിപാടിയിൽ ഈ മന്ത്രി പ്രസംഗിച്ചത് ഇങ്ങനെയായിരുന്നു: പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കി നവീകരിച്ച റോഡിൽ നിന്നാണ് നിങ്ങൾ കരിങ്കൊടി കാണിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഒരർത്ഥത്തിൽ മണിയാശാൻ്റെ സാരി ഉടുത്ത ഒരു വേർഷനല്ലേ ഈ വീണ? തെറി പറയുന്നില്ല എന്ന് മാത്രം. പിണറായി ഉണ്ടാക്കിയ റോഡാണ് പോലും. പിണറായി വിജയൻ്റെ വീട്ടിൽ അരിച്ചിട്ടി നടത്തിയ കാശുകൊണ്ടാണല്ലോ ഈ റോഡെല്ലാം പണിതത്. അല്ല വീണേ, നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരിക്കും KK നായർ MLA പത്തനംതിട്ട ജില്ല ഉണ്ടാക്കിയത്. ആ ജില്ലയിൽ നിന്നാണ് മന്ത്രി ആഗസ്റ്റ് 15-ന് പതാക ഉയർത്തുന്നത് എന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ചില നിയമസഭാ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനുഷ്യന് ചൊറിച്ചിൽ വരും. അത്തരത്തിലൊന്നാണ് വീണയുടെ ചരിത്രപരമായ ആ മഹാപ്രസംഗം. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട് സാർ. നവകേരളത്തിൻ്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുക്കുകയാണ് സാർ. ആ പ്രസംഗം വീണ വിക്ഷേപിച്ച ശേഷം തുടങ്ങിയതാണ് ഈ കഷ്ടകാലം കേരളത്തിൽ. ജനരോഷമെന്ന മഞ്ഞുമലയിൽ തട്ടിയ ആ കപ്പലിൽ അടിമുടി ദ്വാരങ്ങൾ വീണ് കഴിഞ്ഞു. വെള്ളം കയറി തുടങ്ങി. ഇനി മുങ്ങാൻ അധിക നേരം വേണ്ട. ഞങ്ങളുടെ രക്ഷകനും ഹീറോയും കൺകണ്ട ദൈവവുമാണ് പിണറായി വിജയൻ. അതിനു താഴെ ആരോടും ഞങ്ങൾക്ക് യാതൊരു വിധമായ കമ്മിറ്റ്മെൻറ്റുമില്ല. ഇങ്ങനെ മൂക്കാതെ പഴുത്ത സാഹചര്യത്തിൻ്റെ സൃഷ്ടികളാണ് ഈ പാർട്ടിയുടെ ശവക്കുഴി തോണ്ടിയതിലേറെയും. സർക്കാർ ആശുപത്രികളെ ആയുഷ്മാൻ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി പുനർനാമകരണം ചെയ്തു കേന്ദ്ര സർക്കാർ. അതിനെതിരെ നവകേരള സദസ്സിൽ ഇരിങ്ങാലക്കുടയിൽ വെച്ച് വീണ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അങ്ങനെ പേരുമാറ്റാൻ സൗകര്യപ്പെടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ പിന്നെ നോക്കാം. തൊട്ടടുത്തയാഴ്ച നമ്മൾ കാണുന്നത് അപ്പെക്സ് അൾട്ടിമയുടെ മഞ്ഞ പെയിൻറ്റുമായി ഓടി നടന്ന് ആശുപത്രികൾക്ക് ചായമടിക്കുന്ന വീണ ജോർജിനെയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ ഇത്രയധികം കഴിവുകെട്ട ആരോഗ്യമന്ത്രിയെ കേരളം കണ്ടിട്ടില്ല എന്നാണ്. സഭയിൽ VD സതീശൻ വല്ലതും പറയാൻ എഴുന്നേറ്റാൽ ഉടനെ വീണ എഴുന്നേറ്റ് അങ്ങോട്ട് അലയ്ക്കാൻ തുടങ്ങും. പ്രതിപക്ഷത്തിന് ഏറ്റവും കൂടുതൽ ചിലച്ചു പരിഹസിച്ച ശബ്ദമായി മാറി ഈ വീണ ജോർജ്. ആശുപത്രി കെട്ടിടം തകർന്നു വീണാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തേതാകും. ആശുപത്രിയിൽ ഉപകരണങ്ങൾ തീർന്നാൽ അത് സിസ്റ്റത്തിൻ്റെ തകരാറാകും.
അത് പറയുന്ന ഡോക്ടറുടെ കഴുത്തിൽ കയറിടും. ഒരു ഡോക്ടർ കുത്തുവാങ്ങി മരിച്ചതിൻ്റെ കാരണം ഇവർ പറഞ്ഞതാണ് രസകരം. ആ കുട്ടിക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ഓരോരോ കാലത്ത് വീണ ചേർത്ത് പിടിച്ച നിസ്വരായ സ്ത്രീകളൊക്കെ വാരിയലിൽ തകർന്ന് കിടക്കുകയാണ്. അത്രയ്ക്കുണ്ട് വീണ ജോർജിൻ്റെ ചേർത്തുപിടിക്കലിൻ്റെ ശക്തി. പിണറായി സർക്കാർ 3.0 ആയി വീണ്ടും വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ വീണ ജോർജ്. അന്ന് ആഭ്യന്തരം തന്നെ ചിലപ്പോൾ കിട്ടിയേക്കും. ക്യാബിനറ്റ് അക്വേറിയത്തിലെ അലങ്കാര മത്സ്യങ്ങൾ മാത്രമാണ് മിക്ക മന്ത്രിമാരും. അതിനെ വെട്ടിവിഴുങ്ങുന്ന പിരാനയാണ് പിണറായി. മന്ത്രിമാരിങ്ങനെ കറങ്ങി നടക്കും. പാർട്ടി നിയമിക്കുന്ന സെക്രട്ടറിമാർ കാര്യം നടത്തും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പ്രതിരോധ കുത്തിവയ്പ്പെടുത്തിട്ടും മരിച്ച മനുഷ്യരുടെ എണ്ണം എത്രയെന്നോ ഈ കേരളത്തിൽ 40-ന് മുകളിൽ വരും. പേപ്പട്ടി വിഷബാധയ്ക്കെതിരെ ഏതോ കാലത്തെ നമ്മൾ ജയിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥയോ? ഏത് പ്രാകൃതമായ ലോകത്താണിപ്പോൾ കേരളത്തിലെ ജനജീവിതം? ചാത്തൻ മരുന്നുകൾ കഴിപ്പിച്ച ജനത്തെ ഒരു പരുവമാക്കി. അതും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വാങ്ങിവെച്ചതാണല്ലോ. പണിനീരാത്ത കുറേ പദ്ധതികൾ 4 മാസത്തിനകം തട്ടിക്കൂട്ടി ഉദ്ഘാടനം ചെയ്താൽ തനിക്ക് വീണ്ടും വരാമെന്ന പ്രതീക്ഷയിലാണ് വീണ ജോർജ്. ഇനി സ്വർഗത്തിലേക്കൊരു പാലം പണിത് കൊടുത്താലും വീണ പമ്പയാറിൻ്റെ ഇപ്പുറം കടക്കില്ല. പാലം വലിക്കാൻ പാർട്ടിക്കാർ തന്നെ കാത്തു നിൽക്കുകയാണ്. കോൺഗ്രസ്സുകാർ പോലും ഞെട്ടിപ്പോയ ഈ വിധിക്ക് കാരണം നിങ്ങളുടെ 4, 3, 7 വോട്ടൊന്നുമല്ല കോൺഗ്രസ്സുകാരാ. ഇത് ചിലരുടെ പകരം വീട്ടൽ കൂടിയാണ്. വീണ ജോർജ് ആദ്യഘട്ടത്തിലൊന്നും സ്വന്തം മണ്ഡലത്തിൽ പ്രചാരണത്തിന് ഇറങ്ങിയില്ല. പരാതി ഉയർന്നപ്പോൾ ഒന്ന് തല കാണിച്ചു. എവിടെയെങ്കിലും ഈ നേതാക്കൾ ചെല്ലുമ്പോൾ കുറച്ചുപേർ വട്ടം കൂടി സെൽഫി എടുക്കാനും കെട്ടിപ്പിടിക്കാനും ഒത്തുകൂടും. സെൽഫിയുടേത് രാഷ്ട്രീയ യാഥാർത്ഥ്യമാണെന്ന് കരുതി തങ്ങളുടെ ജനപ്രീതിയിൽ സ്വയം ഇവരങ്ങ് അഭിരമിക്കും. പക്ഷേ കാൽക്കീഴിലെ മണ്ണൊലിക്കുന്നത് അറിയാതെ പോകും. മറന്നു തുള്ളിയാൽ മറിഞ്ഞു വീഴുമെന്ന സത്യമാണ് ഈ തെരഞ്ഞെടുപ്പ് സഖാക്കളായ ചിലർക്ക് കൊടുക്കുന്ന നല്ല പാഠം. ഓട്ട വീണ കപ്പലിൽ വെള്ളം കയറിയപ്പോൾ കയറിയ വെള്ളം ഇറക്കി വിടാൻ മറ്റൊരോട്ടയിട്ട ബുദ്ധി ഇന്നാണെങ്കിൽ കാണാൻ രസമുള്ള ഒരു റീലായി മാറിയേനെ. ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലിരുന്ന് മണ്ണുവാരി പ്രാകിയതിൻ്റെ ഫലം പിണറായി മുതൽ താഴോട്ടുള്ളതൊക്കെ അനുഭവിക്കാതെ പോകില്ല. അതിലൊരു പ്രധാന പങ്ക് വീണമാടത്തിനും കിട്ടും. പ്രാക്കുദോഷം മാറ്റാൻ കരിങ്കാളിക്ക് കരിവളയും മലമൂർത്തിക്ക് പൊങ്കാലയും രക്ഷസിന് പാൽപ്പായസവും അങ്ങോട്ട് നേരുക, പ്രാർത്ഥിക്കുക.